അങ്ങനെ ഷാബോ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഇവനെ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അവനെ ഫോണിൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് അവൻ എവിടെ ആയിരിക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാവുന്നു. സോ ഇവര് നേരെ വരുന്നത് ഇവളുടെ അപ്പാർട്ട്മെന്റിലേക്കാണ്. കറക്റ്റ് ഷാബോ ഇവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇവനെ കണ്ട് നല്ല വഴക്ക് പറയാണ്. നീ എങ്ങനെ ഇവിടെ വന്നത്? എന്ത് വലിയ പ്രശ്നത്തില്ല ബാക്കിയുള്ളവരെ കൊണ്ട് ചാടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുഞ്ഞാണെങ്കിൽ സാരമില്ല, അവനെ വഴക്കൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോ ഞാൻ അകത്ത് വരുന്ന സമയത്ത് അവിടെ ഫുള്ള് ഇവളുടെ ഷോക്സും കാര്യങ്ങളൊക്കെ അവള് വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇവൻ വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവന് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇവളും ഇവന്റെ കയ്യിൽ നിന്ന് അത് വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഷാബോയ്ക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഞാൻ വല്ലതും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവള് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോ ഷാബോയാണെങ്കിൽ ഇവനോട് സോറി പറയുന്നു, പറയാതെ ഇറങ്ങി വന്നതില്. അപ്പോ ഞാനും ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ ഇനി നീ ഇത് ആവർത്തിച്ചു കഴിഞ്ഞല്ല പിന്നെ നീ ഒരിക്കലും പുറലോകം കാണില്ല എന്ന് പറയുമ്പോ ഇവനും ഇനി പോവില്ല എന്ന് പറയുന്നു. അങ്ങനെ ഇവള് കുക്കിംഗ് പെട്ടെന്ന് എളുപ്പമാക്കാനായിട്ട് യാനിനെ കൂടെ സഹായിക്കാനായിട്ട് വിളിക്കുമ്പോ ഇവനാണെങ്കിൽ ഇവളെ പറയുന്നത് കേൾക്കാതെ ടിവിയുടെ സൗണ്ട് കൂട്ടി വെച്ച് ഷാബോയോടൊപ്പം ഷോ കണ്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ കുഞ്ഞാണെങ്കിൽ അടുക്കളയില് പാത്രം ഇട്ട് കലവില ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഇവർക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആവുന്നു. സോ ഞാൻ ഇവളുടെ അടുത്തേക്ക് വന്ന്, നിനക്ക് എന്താ വേണ്ടത്? നിനക്കൊന്നും നേരെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, എന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള്, അതിന് നിങ്ങൾ എന്റെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ, എന്റെ കുക്കിംഗ് സ്കിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമില്ല, അതുകൊണ്ട് അതിനെ പറ്റി സംസാരിക്കണ്ട എന്ന് പറയുമ്പോ ഇവര് രണ്ടുപേരും പരസ്പരം വെല്ലുവിളിക്കാണ്. ഇവന്റേതാണ് ബെറ്റർ എന്ന് പറയുമ്പോ ഇവളുടേതാണ് ബെറ്റർ എന്ന് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവര് തമ്മിൽ ഒരു അംഗത്തിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. രണ്ടുപേരും ഫിഷ് കൊണ്ട് അവരുടേതായിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ ഇപ്പോൾ നടക്കാണ്. അങ്ങനെ അതെല്ലാം പ്രിപ്പയർ ചെയ്ത് ഇനി അത് ടേസ്റ്റ് ചെയ്ത് വിജയെ തീരുമാനിക്കേണ്ടത് ഷാബോയാണ്. അതും അവന്റെ കണ്ണ് കെട്ടിയിട്ട്. അങ്ങനെ ക്വിൻ തന്നെ ആ രണ്ട് ഫുഡിൽ നിന്നും ഇവനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് വായിൽ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ഫുഡ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഷാബോ പറയുന്നത് രണ്ടാമത് കഴിച്ചതാണ് എന്നാണ്. അത് മറ്റാരുടേതും അല്ല, കിന്നിന്റേതാണ് ഇവൻ സെലക്ട് ചെയ്യുന്നത്. പാവം ഇയാൻ ശശ്യാവാണ്. ഇവൻ വിചാരിച്ചത് ഇവൻ വിജയിക്കും എന്നാണ്. പക്ഷെ ഇവന് എത്ര ചിന്തിച്ചിട്ടും അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. ഷാബോയ്ക്ക് എന്നും കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരു മാറ്റം അവന് വന്നപ്പോ അവൻ അതാണ് സെലക്ട് ചെയ്തത്. അങ്ങനെയാണ് ഇവിടെ ക്വിൻ വിജയി ആയിരിക്കുന്നത്. പക്ഷെ യാനിന് അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ക്വിന്നും ഷാബോയും അവിടെ നിന്ന് മാറി കഴിയുമ്പോ ഇവൻ ഇതിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടോ അതൊന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് ക്വിന്നുണ്ടാക്കിയ ആ ഒരു ഡിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ഇവൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൻ തോൽവി സമ്മതിക്കുന്നു. ഇവനും അത് ആസ്വദിച്ച് കഴിക്കുന്നത് ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവര് അന്ന് നൈറ്റ് തിരിച്ചു പോവുകയാണ്. ഷാബോ പക്ഷെ ഉറങ്ങിപ്പോയി. അപ്പോ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് ഷാബോയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് കാണുമ്പോ ക്വിൻ ഇവനോട് ഞാൻ കൂടെ വരണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ രണ്ടാമത് ഒന്ന് ആലോചിക്കുന്ന പോലുമില്ല, വരാനായിട്ട് പറയുന്നു. സോ ഇവളും ഇവനോടൊപ്പം പോവാനായിട്ട് കാറിൽ കയറുന്നു. അപ്പോ ഇവള് രാവിലെ തന്നെ ഇവനോട് ഒരു നന്ദി പറയാനായിട്ടാണല്ലോ എത്തിയത്. ആ ഒരു കാര്യം ഇപ്പോ ഇവള് പറയുന്നു. വേയ്ക്ക് ആ ഒരു ജോലി കാര്യത്തില് ഹെൽപ്പ് ചെയ്തതില് താങ്ക്സ് പറയുന്നു. അപ്പോ ഞാൻ ഇവളോട് അതിനുവേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് ആ ജോലി കിട്ടി, അല്ലാതെ ഞാനായിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല. പൈസ ഉണ്ടെന്ന് കരുതി എല്ലാം നമുക്ക് നേടാൻ പറ്റില്ലല്ലോ. എക്സാമ്പിള് പറയുകയാണെങ്കിൽ എന്റെ 3 മില്യൺ യുവാൻ വില വരുന്ന റിങ് നിനക്ക് തന്നിട്ടും നീ ഞാനുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റില് റെഡി അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോ ഇവള് വീണ്ടും പെട്ട അവസ്ഥയിലാവുകയാണ്. ഇവൻ ആ ഒരു റിങ്ങിന്റെ കാര്യം എടുത്ത് ഇട്ടിരിക്കുകയാണല്ലോ. സോ ഇവള് ആ ഒരു സത്യം ഇവനോട് തുറന്നു പറയാൻ വരുമ്പോ അതിനു മുന്നേ തന്നെ ഞാൻ ഇവളോട് നീ അത് കൊണ്ട് കളഞ്ഞല്ലേ എന്ന് ചോദിക്കുന്നു. ഇവന് മുന്നേ തന്നെ ആ ഒരു കാര്യം മനസ്സിലായതാണ്. ഇവള് ആ ഒരു റിങ്ങിന്റെ വിലയും കാര്യങ്ങളൊക്കെ പ്രത്യേകം എടുത്ത് ഇവനോട് തിരക്കിയപ്പോ സോ ആ ഒരു കാര്യം ഇവൻ പറയുമ്പോ ഇവള് ഇത് നിങ്ങൾ നേരത്തെ അറിഞ്ഞെങ്കിൽ എന്നോട് നേരത്തെ തന്നെ ചോദിച്ചുകൂടായിരുന്നോ? നിങ്ങൾ എന്താ വിചാരിച്ചത് എനിക്കത് പേ ചെയ്യാൻ പറ്റില്ലെന്നാണോ? ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്തു തരാണ്, അത് എത്ര രൂപ വില വരുന്ന സാധനമാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു പൈസ തന്നിരിക്കും എന്ന് പറയുമ്പോ ഇവൾക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ ഇവള് മൂത്ത് നരയ്ക്കും. സോ ഞാനത് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവളോട് നിനക്ക് പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് വാക്ക് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവള് കേൾക്കുന്നില്ല. ലാസ്റ്റ് ഇവൻ ഇവളോട് വെളിയിലേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവനൊരു കോൺട്രാക്ട് എടുത്ത് ഇവളെ കാണിക്കുന്നു. നീ ആ ഒരു റിങ്ങിന്റെ പൈസ പേ ചെയ്യേണ്ട, അതിന് പകരമായിട്ട് എനിക്ക് നീ ഇത് ചെയ്തു തന്നാ മതി എന്ന് പറഞ്ഞിട്ട് അതിലുള്ളത് ഇവന്റെ വൈഫായിട്ടും അതേപോലെ തന്നെ ഷാബോയുടെ മമ്മയായിട്ടും പേഴ്സണൽ ഡോക്ടറായിട്ടും ഉള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ആ ഒരു കോൺട്രാക്ട് ആണ്. അത് കണ്ട് ഇവള് ഞാൻ കൊച്ചിനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് കരുതി നിങ്ങളുടെ വാക്ക് കേട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ടൊന്നും എന്നെ കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഞാൻ ഇവളോട് നീ പേടിക്കണ്ട, നീ ചിന്തിക്കുന്ന പോലെ എനിക്ക് നിന്നോട് ഒരു ഇൻട്രസ്റ്റും ഇല്ല എന്ന് പറയുമ്പോ ഇവള് ഒന്ന് ഇതാവുന്നുണ്ടെങ്കിലും ശരി സമ്മതിച്ചു, അത് വളരെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ഒരു കോൺട്രാക്റ്റില് സൈൻ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവളോട് ഈ ഒരു കോൺട്രാക്ട് 1 വർഷത്തേക്കാണ്, പക്ഷെ അതിനു മുന്നേ ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആവും 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഷാബോയുടെ കണ്ടീഷൻ ഫുൾ ആയിട്ട് ഓക്കെ ആവണം, അല്ലെങ്കിൽ നമ്മളിൽ 2 പേർക്ക് ആർക്കെങ്കിലും പേഴ്സണലി ഒരു ക്രഷ് ഉണ്ടായി കഴിഞ്ഞാല്
മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തനിയെ എക്സ്പയർ ആവും എന്ന് പറയുമ്പോൾ ഇവൾ അത് കേട്ട് ഇവനോട് മിസ്റ്റർ യാൻ, നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മിസ്സിസിനെ കണ്ടെത്താൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഇവനും താങ്ക്സ് പറയുന്നു. എന്നിട്ട് ഈ ഒരു കോൺട്രാക്ടിന് ഒരു നെഗറ്റീവ് ഉണ്ട്. നിന്റെ അഭിനയം കാരണം ഷാബോയുടെ കണ്ടീഷൻ കുറച്ചുകൂടി മോശമായി കഴിഞ്ഞാല് നീ എനിക്ക് 20 മില്യൺ പെനാൽറ്റി ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ ഇവളത് കേട്ട് ഷോക്കായി. അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ച് കോൺട്രാക്ട് നേരെ ചൊവ്വേ വായിക്കാതെ ആണല്ലോ സൈൻ ചെയ്തത്. സോ അത് വാങ്ങി നോക്കാനായിട്ട് ശ്രമിക്കുന്ന വഴിക്ക് ഇവർ തമ്മിൽ കുറച്ച് അധികം തന്നെ ക്ലോസ് ആവുകയാണ്. ഇവള് പെട്ടെന്ന് ഇവന്റെ അടുത്തുനിന്ന് മാറുമ്പോ ഞാൻ ഇവളോട് കൊള്ളാം, ഇത് നന്നായിട്ടുണ്ട്, അടുത്ത തവണ ഇത് കീപ്പ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺട്രാക്ടിന്റെ ഒരു കോപ്പി പോലത്തെ സംഭവം ഇവൾക്ക് നൽകിയിട്ട് ഒറിജിനൽ അവന്റെ കയ്യിലും വെച്ചിട്ട് ഇനി മുതൽ നിന്റെ പെർഫോമൻസ് തുടങ്ങുന്നതിന് മുന്നേ അതിലുള്ള പെനാൽറ്റി എത്രയാണെന്ന് കറക്റ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കിയേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഇവളും പെട്ടെന്ന് തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ 20 മില്യൺ ആണ് ഇവൾക്ക് പേ ചെയ്യേണ്ടി വരുന്നത്. ഇവളെ അവൻ ഒന്ന് പറ്റിച്ചതാണല്ലോ, അവൻ പറ്റിച്ചതല്ല, ഇവള് വായിച്ചു നോക്കിയില്ല എങ്കിലും ഇവനെയാണ് ഇപ്പൊ കിടന്ന് ഇവളെ ചീത്ത വിളിക്കുന്നത്. അതിനുശേഷം ഇവള് വെയിനോടും ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന് പറയുന്നു. ഇവള് യാനിന്റെ ആ ഒരു കോൺട്രാക്ട് സമ്മതിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഇനി യാനിന്റെ വീട്ടിലേക്ക് മാറേണ്ടതുണ്ട്. ഇനി മുതൽ അവന്റെ വൈഫ് എന്ന രീതിയിലാണല്ലോ ഇവൾക്ക് നിൽക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഇവൾക്ക് ലീവിന് അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോ വെയ് ഇവളെ കളിയാക്കി. അപ്പോ ഞാനിനി നിന്നെ ഇനി മുതൽ മിസ്സിസ് യാൻ എന്ന് വിളിക്കണം അല്ലെ, ഞാൻ എന്ന് നിനക്ക് നന്ദിയുള്ള ഒരു അടിമയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവളെ കളിയാക്കുന്നു. പക്ഷെ ഇവൾക്ക് നല്ല വട്ടുപിടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇവള് വെയിനെ വിട്ടു പോവുകയാണല്ലോ. ഇവർ ഈ സിറ്റിയിൽ എത്തിയിട്ട് 6 വർഷമായി. ഇത്രയും വർഷവും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇവരുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിലായാലും കഷ്ടപ്പാടുകളിലായാലും ഒക്കെ തന്നെ ഇവർ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവരെ പരസ്പരം ഓർത്തെടുത്ത് ക്വീൻ ഇനി കുറച്ചു നാള് ആണ് എങ്കിൽ പോലും വെയിനോടൊപ്പം ഇല്ലല്ലോ. സോ അതിനു മുന്നേ എന്തായാലും ഉള്ള സമയം അവര് ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്യുന്നു. അതിനുശേഷം പിറ്റേന്ന് ഗോവിന്റെ ഫാദർ ഒരു മീറ്റിംഗിനായിട്ട് എല്ലാവരെയും വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ്. പക്ഷെ ഗോ മാത്രം അങ്ങോട്ട് എത്തിയിട്ടില്ല. അവനാണ് ആ ഒരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛൻ നല്ല ദേഷ്യത്തിൽ ഇരിക്കുമ്പോ തന്നെ കറക്റ്റ് ഇവൻ അങ്ങോട്ടേക്ക് എത്തുന്നു, ക്ഷമ ചോദിച്ചുകൊണ്ട്. ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയതാണ് എന്ന് പറഞ്ഞ് അപ്പോ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നു. അത് വെയ് ആണല്ലോ. ഇവള് ഇന്ന് മുതൽ ജോലിക്ക് കയറിയിരിക്കുകയാണ്. ഇവളെ കണ്ട് ഗു നല്ലോണം തന്നെ ഷോക്ക് ആവുന്നു. അതേപോലെ തന്നെ വെയും ഇവനെ കാണുന്നു. സോ ഇവൻ അച്ഛന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവനോട് ഇവളെ കണ്ട ആ ഒരു ആവേശത്തില് ഞാൻ നിന്നെ ഒരുപാട് നാളായിട്ട് കണ്ടെത്താൻ ശ്രമിക്കായിരുന്നു, അവസാനം നീ എന്റെ അടുത്ത് തന്നെ വന്നല്ലോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും അതെ അച്ഛാ, ഞങ്ങള് നല്ല പരിചയക്കാരാണ്, മറക്കാനാവാത്ത ചില ഓർമ്മകള് ഞങ്ങൾക്കിടയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ വെയ് ഇവനോട് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, നമ്മൾ തമ്മിൽ ആകെ ഒരു വട്ടമല്ലേ കണ്ടിട്ടുള്ളൂ, അത് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നും അല്ല, ഞാൻ അതിനെ കുറിച്ച് ഓർക്കുന്നതുമില്ല എന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ പറയുമ്പോ അത് ഇവനെ വിശ്വസിക്കാനാവുന്നില്ല. ഇവരെ തമ്മിൽ അന്ന് ഒന്നിച്ച് സ്പെൻഡ് ചെയ്തതായിരുന്നല്ലോ, പക്ഷെ ഇവള് യാതൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് സംസാരിക്കുന്നത്. അപ്പോ അച്ഛൻ ഇവരോട് നിങ്ങൾക്ക് തമ്മിൽ പരിചയം ഉണ്ടെങ്കിൽ ദയവേത് ഈ മീറ്റിംഗ് കഴിയുന്നതുവരെ ഒന്ന് ശാന്തമായിട്ട് ഇരിക്കണം, അത് കഴിഞ്ഞിട്ട് സംസാരിച്ചാ പോരെ എന്ന് ചോദിക്കുമ്പോൾ ഗുവും ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഗു തന്നെ അവരുടെ കമ്പനിയുടെ സെയിൽസിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അച്ഛനെ എടുത്ത് വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണിക്കുന്നു. പക്ഷെ അത് ഇവന്റെ ഏതോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചാറ്റ് ആണ്. അതിലാണെങ്കിൽ ഇവൻ വെയിനെ അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ അന്വേഷിക്കുന്ന ഒരു ചാറ്റ് ആണ്. ആ ഒരു ബാറിലുള്ള CCTV വിഷ്വൽസും ഒക്കെ തന്നെ അതിലുണ്ട്. എനിക്ക് ഇവളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല, ഇവളെ കണ്ടെത്തുന്നവരെ എന്നെ അറിയിക്കുക, ഇവളെ കണ്ടെത്തുന്നത് വരെ എനിക്ക് ഊണും ഉറക്കം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. അത് കണ്ട് വെയും ഷോക്കായി പോവാണ്. പെട്ടെന്ന് ഇവളെ ആ ഒരു ലാപ്ടോപ്പ് പോയി നൈസിന് ക്ലോസ് ആക്കിയിട്ട് സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ഇതല്ല സാറ് പറയാനിരുന്നത് എന്നൊക്കെ ചെയർമാനോട് പറയുന്നുണ്ടെങ്കിലും ഗോവിന്റെ ഫാദർ വളരെ ദേഷ്യത്തിൽ ഇവനെ തെറിയും വിളിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇവളും അദ്ദേഹത്തിന്റെ പിന്നാലെ പോകാൻ തുടങ്ങുമ്പോ ഗു ഇവളെ തടഞ്ഞിട്ട് അവസാനം എനിക്ക് തന്നെ കണ്ടെത്താൻ പറ്റി, ഇന്ന് മുതൽ നീ ഇവിടെയാണല്ലേ ജോലി ചെയ്യുന്നത്, നമുക്ക് ഇനി എന്ന് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോ ഇത് ഓഫീസാണ്, എനിക്ക് തമാശ കളിക്കാൻ സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ അവളുടെ ജോലി നോക്കി പോകുന്നു. അതിനുശേഷം ഇവിടെ കിന്നാണെങ്കിൽ ലീവ് എടുക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളുടെ സീനിയറിനെ വന്ന് കണ്ട് ഇവളുടെ പേഷ്യൻസിന്റെ ഇനിയും റിക്കവറി ആവശ്യമായിട്ടുള്ള അധികം കെയർ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന്റെ ലിസ്റ്റ് എല്ലാം തന്നെ ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. പക്ഷെ ഇവള് ഒരു നല്ല ഡോക്ടർ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇവള് ഇത്രയും നാളെ ലീവ് എടുത്ത് പോകുന്നതിനോട് ഇദ്ദേഹത്തിന് ഒട്ടും തന്നെ യോജിപ്പില്ല. എന്നിരുന്നാൽ പോലും ഇദ്ദേഹം ഇവൾക്ക് സപ്പോർട്ടാണ്. എന്തായാലും മറ്റുള്ളവരൊക്കെ പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കുട്ടി എന്തായാലും നിന്റെ പേഷ്യന്റ് ആണ്, അവൻ സംസാരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണെന്ന് എനിക്കറിയാം, നിന്റെ കൂടെ തന്നെയുണ്ട്, മറ്റാരും പറയുന്നത് നീ കേൾക്കണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഇവൾക്ക് സപ്പോർട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ഇവള് ഇവിടെ നിന്ന് പോകുന്നതിനോട് ഈ ജൂനിയറിനും വലിയ താല്പര്യമൊന്നുമില്ല, ഇവളും ഭയങ്കര നിരാശയിലാണ്. അതിനുശേഷം ഇവര് രണ്ടുപേരും ഇപ്പോൾ ജിമ്മിലായിരിക്കുന്ന സമയത്ത് ഗോ ആണെങ്കിൽ വെയ് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഇവനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. കിന്നും അവളും വളരെ ഇമോഷണൽ ആയിട്ട് അവരുടെ ആ ഒരു ആത്മബന്ധത്തെ കുറിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവര് പിരിയുന്നത് ഒട്ടും താല്പര്യമില്ലാതെയാണല്ലോ. സോ ആ ഒരു കാര്യങ്ങളൊക്കെ വെയ് ഷെയർ ചെയ്തിരിക്കുകയാണ്. സോ അത് ഇവനെ കാണിച്ചു
കാശ് കൊടുത്തിട്ട് ആ ഒരു പെൺകുട്ടി നിന്റെ ആവശ്യത്തിന് വേണ്ടി വരുന്നത് അവളുടെ ഇഷ്ടപ്പെട്ട ജോലിയും അവളുടെ കരിയറും പരിചിതമായിട്ടുള്ള ചുറ്റുപാടും ഫ്രണ്ട്സും ഹോബീസും ഒക്കെ വിട്ടിട്ടാണ്. അത് നീ മനസ്സിലാക്കിക്കോണം എന്ന് പറയുമ്പോ ഇവൻ അത് കാണുമ്പോ അവളുടെ ആ ഒരു സിറ്റുവേഷനും ഫീലിംഗ്സ് ഒക്കെ ഇവന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും അവളുടെ സന്തോഷം ഇല്ലാതാക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇവൻ ആദ്യമായിട്ടാണ് മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ അതിനെപ്പറ്റി ഗു പറഞ്ഞിട്ട് അവൾ എന്തായാലും എങ്കിൽ പിന്നെ നിനക്ക് സ്പെഷ്യൽ ആയിരിക്കും എന്ന് പറയുമ്പോ ഇവൻ അവളുടെ മൂഡ് ശരിയല്ലെങ്കിലോ അവളെ ഹാപ്പി അല്ലെങ്കിലോ എന്റെ മകൻ എന്തായാലും ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല, അല്ലാതെ എനിക്ക് മറ്റാരുടെയും കാര്യം നോക്കേണ്ട കാര്യമില്ല എന്ന് ഇവൻ പറയുന്നുണ്ടെങ്കിലും ഇവൻ ശരിക്കും അവളുടെ ഫീലിംഗ്സിനെ കെയർ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഫാങ് ആണെങ്കിൽ ഇപ്പോ കിനിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോ കാണുന്ന കാഴ്ച അവളുടെ തിങ്സ് എല്ലാം തന്നെ വാരി പുറത്ത് ഇട്ടേക്കുന്നതാണ്. അതെല്ലാം തന്നെ പാക്ക് ചെയ്യുന്ന പരിപാടിയിലാണ് ഇവളുള്ളത്. സോ ഫാങ് ഇവളോട് ഇതിനെപ്പറ്റി തിരക്കുമ്പോ കിന്നും ഇവനോട് ഇവള് ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ് എന്ന കാര്യം പറയുന്നു. അപ്പോ ഫാങ് ഇവളോട് നീ എവിടെ പോവാ എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനൊരു വർഷത്തേക്ക് മിസ്റ്റർ യാനിന്റെ വൈഫ് ആവാൻ തീരുമാനിച്ചു, ഷാബോയെ ടേക്ക് കെയർ ചെയ്യണം, അതിനുവേണ്ടി അവരുടെ വീട്ടിലേക്ക് മാറാണ് എന്ന് പറയുമ്പോ ഇവനത് കേട്ട് ഷോക്കായി. നീ ശരിക്കും ഇത് ആലോചിച്ചിട്ട് തന്നെ എടുത്ത തീരുമാനമാണോ എന്ന് ചോദിക്കുമ്പോ ഇവള് അതെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എഗ്രിമെന്റ് എടുത്ത് ഇവനെ കാണിക്കുന്നു. ഇവനും അത് കണ്ട് ഒരു റിങ്ങിന് വേണ്ടിയിട്ടാണോ നീ ഇത്രയും സാക്രിഫൈസ് ചെയ്യുന്നത്, നീ ഈ തീരുമാനം എടുക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, എനിക്ക് നിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ സാധിക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് അത് പറയാൻ പറ്റിയില്ലല്ലോ. എങ്കിലും ഇവനോട് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അത്രയും കാശ് നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റും, പിന്നെ പട്ടിയെ പൂച്ചയോ വിട്ട് കടുപ്പിക്കാനോ മാന്തിക്കാനോ ഒക്കെ അല്ലേ പറ്റൂ എന്ന് ചോദിക്കുമ്പോ ഇവൻ നീ ആഗ്രഹിച്ച ഒരു ജോലി എത്ര കഷ്ടപ്പെട്ടാണ് നേടിയെടുത്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ആ ജോലി നീ ഒരാൾക്ക് വേണ്ടി ഉപേക്ഷിക്കാന്നൊക്കെ പറഞ്ഞാല് അത് ഒരു വലിയ മണ്ടത്തരല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവള് ഷാബോ എനിക്ക് വേണ്ടപ്പെട്ട എന്റെ പേഷ്യന്റ് ആണ്, അവന് വേണ്ടി ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരു വലിയ തെറ്റായിട്ടൊന്നും എനിക്കിത് തോന്നുന്നില്ല, അവന് ഒരു ലൈഫ് കൊടുക്കുക എന്നുള്ളത് എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം തന്നെയല്ലേ, ഞാനൊരു ഡോക്ടർ ആയതില് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന കാര്യം തന്നെയല്ലേ അതും എന്ന് പറയുമ്പോ നിനക്ക് യാനിനെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോ ഇവള് ഞങ്ങള് തമ്മിലുള്ളത് ജസ്റ്റ് ഒരു ഡീലിംഗ് മാത്രമാണ്, അതിനപ്പുറം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്ന് പറയുമ്പോ ഇവനും ശരി നിന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ, നീ എന്തായാലും സൂക്ഷിക്കണം എന്നൊക്കെ ഇവളോട് പറയുന്നു. പക്ഷെ ഇവന് ആ ഒരു കാര്യത്തിൽ ഒരു യോജിപ്പില്ല. ഇവൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടും അവളോടൊപ്പമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇത്തവണയും ലേറ്റ് ആയോ എന്നാണ് ചോദിക്കുന്നത്. ഇവൻ മുന്നേ തന്നെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവന്റെ ആ ഒരു ഇഷ്ടം ഇവളോട് പറയുന്നതിന് മുന്നേ ഇവൾ സിയാങ്ങുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ഇപ്പോ ആ ഒരു കാര്യത്തിൽ തീരുമാനമായി എന്ന് അറിഞ്ഞിട്ടാണല്ലോ ഇവൻ തിരിച്ച് നാട്ടിലെത്തിയത് വീണ്ടും ഇവളോട് ഇവന്റെ ഇഷ്ടം പറയാനായിട്ട്. പക്ഷെ ഇപ്പോഴും ഇവൻ ലേറ്റ് ആയിരിക്കാണ്. അതിനുശേഷം ഇവിടെ ഗു ആണെങ്കിൽ ഇവളോട് അന്ന് നൈറ്റ് പറ്റി സംസാരിക്കാൻ വരുമ്പോ ഇവള് അന്ന് നൈറ്റ് ഒന്നും ഉണ്ടായില്ല, അന്നത്തെ റൂം റേറ്റ് 1200 യുവാനായി, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എന്താ നിങ്ങൾക്ക് അത് സ്പ്ലിറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് ഇവൻ പറയാൻ വരുന്ന ആ ഒരു കാര്യം ഇവളെ വഴിതിരിച്ചു വിടുന്നു. സോ ഇവൻ ഇവളെ പിടിച്ചിട്ട് നിനക്ക് ശരിക്കും എന്നെ ഓർമ്മയില്ലേ, അതോ നീ എന്നെ പൊട്ടനാക്കുന്നതാണോ, നീ ആ ഒരു കാര്യം സീക്രട്ട് ആയിട്ട് വെക്കാനാണോ ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ എന്നേക്കുമായിട്ട് സീക്രട്ട് ആയിട്ട് വെക്കണമെങ്കിൽ നീ എന്നോട് കുറച്ച് നൈസിന് പെരുമാറേണ്ടി വരും എന്നിങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുമ്പോ ഇവളെ എടുത്തു വെച്ചിരിക്കുന്ന കോഫി ഇവന്റെ ഡ്രസ്സിൽ ഒഴിച്ചിട്ട് ഇവൻ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ ഇവൾ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം ഇവളുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവര് മൂന്നുപേരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ആഘോഷിക്കാണ്. എന്നാൽ അപ്പോഴേക്കും യാനിന്റെ അസിസ്റ്റന്റ് അങ്ങോട്ടേക്ക് വന്ന് ഇവളെ നാളെ ഇവിടെ നിന്ന് താമസം മാറുന്നതിന് മുന്നേ തന്നെ സാർ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തന്നയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവൾക്ക് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ഒരു വീട് തന്നെ ഇവൾക്ക് സ്വന്തമായിട്ട് അവൻ വാങ്ങിച്ചിരിക്കുകയാണ്. ഇവര് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത് റെന്റിനാണല്ലോ, പക്ഷെ ഞാനിപ്പോ ആ ഒരു ബിൽഡിംഗ് ഇവളുടെ പേർക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോകുന്നു. ഇവൾക്ക് ഇനി എപ്പോഴാണെങ്കിലും ഇങ്ങോട്ട് വരാം, ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അത് സൈൻ ചെയ്യാനാവുന്നില്ല ആ ഒരു എഗ്രിമെന്റില്. ഇവളുടെ ഫ്രണ്ട്സ് ഇവളോട് ധൈര്യമായിട്ട് സൈൻ ചെയ്യാൻ പറയുന്നു. പക്ഷെ ഇവളെ കൊണ്ടാവുന്നില്ല, അയാൾക്ക് ഭ്രാന്ത, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇയാളെ എനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തിനാ എന്നാണ് ഇവള് പറയുന്നത്. പക്ഷെ ഞാൻ അത് ചെയ്തതിന് ഉദ്ദേശം ഇവൾക്ക് ഈ ഒരു വീടുമായിട്ട് ഒരു കണക്ഷൻ ഉള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവളെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ്. യാനും താഴെ തന്നെ നിൽപ്പുണ്ട്. ഇവൻ ഇവളെ വലിയ കാര്യത്തിൽ വിളിച്ചിട്ട് ഞാൻ തന്ന ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, എന്നോട് താങ്ക്സ് പറയണമെങ്കിൽ ഞാൻ താഴെയുണ്ട്, 2 മിനിറ്റിനകം താഴെ വരണം എന്ന് പറയുമ്പോ ഇവള് ഞാനതിനാ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ആ ഒരു ടൈം ഓൺ ചെയ്ത് വെച്ച് ഫോൺ ഓഫ് ചെയ്യും. പക്ഷെ ഇവളാണെങ്കിൽ ആ ഒരു കോൺട്രാക്റ്റിലും സൈൻ ചെയ്യുന്നില്ല, അതുപോലെ തന്നെ താഴേക്ക് പോവില്ല എന്ന് പറഞ്ഞ് നിൽക്കാണ്. ഇവന്റെ ആ ഒരു ടൈമർ അനുസരിച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടും അവളെ എത്താത്തത് കൊണ്ട് തന്നെ ഇവൻ വീണ്ടും സഹിക്കിട്ട് അടുത്ത ടൈമർ ഓൺ ചെയ്ത് വെക്കുന്നു. അങ്ങനെ അവൻ പറയുന്ന സമയത്ത് ചെല്ലണമെന്നില്ലല്ലോ, ഇവളുടെ സമയത്തിന് ആ ഒരു എഗ്രിമെന്റും എടുത്ത് സംസാരിക്കാനായിട്ട് താഴേക്ക് വരുന്നു. അങ്ങനെ ഇവള് ഓടി വരുന്ന സമയത്ത് ഇവളുടെ ചെരുപ്പ് കാലിൽ നിന്ന് ഊരിപ്പോയിട്ട് ഇവള് സ്ലിപ്പായി നേരെ വന്ന് യാനിന്റെ കാലി പിടിച്ച് ഇവിടെ വീത് കിടക്കാണ്. ഇവളെ പെട്ടെന്ന് ഓടി വന്നിട്ടാണ് ഇത് സംഭവിച്ചത് എങ്കിൽ പോലും ഇവൻ കാരണമാണ് ഇത് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് ഇവന് നല്ലത് കൊടുക്കാണ്. ഇവനെ പെട്ടെന്ന് തന്നെ ഇവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോ ഇവള്
നിങ്ങൾ എന്തിനാ ഈ വീട് എനിക്ക് വാങ്ങിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഇവളോട് പറയുന്നത്, ഈ ഒരു വീട്ടിൽ വെച്ചായിരിക്കില്ലേ എന്റെ റിങ് നഷ്ടപ്പെട്ടത്, അതുകൊണ്ട് അത് ഇവിടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ഞാൻ ഈ വീട് വിലക്ക് വാങ്ങി, ഭാവിയിൽ അത് മറ്റാർക്കും കിട്ടാൻ പാടില്ല എന്ന ഉദ്ദേശത്തിലാണ് വാങ്ങിയത്. മാത്രമല്ല നിന്റെ ചപ്പുചവറ് പിടിച്ച സാധനങ്ങൾ എല്ലാം കൂടി എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല, അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി, ബാക്കി ഇവിടെ തന്നെ വെച്ചേക്ക് എന്ന് പറഞ്ഞ് ഇവൻ ഇവളുടെ ഫീലിംഗ്സിന് ഒരു വിലയും കൊടുക്കാതെ വളരെ പ്രാക്ടിക്കലായിട്ട് സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് നിങ്ങളുടെ വീടൊന്നും വേണ്ട, നിങ്ങളുടെ അടിമകളായിട്ട് കിടക്കാനും വയ്യ, പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ഡീല് വെക്കാം, ഞങ്ങൾ താമസിച്ചോണ്ടിരിക്കുന്ന റൂം പകുതി പൈസക്ക് റെന്റിന് തന്നേക്ക് എന്ന് പറയുമ്പോ ഇവൻ ശരി സമ്മതിച്ചു, 80% ഡിസ്കൗണ്ട് തന്നിരിക്കുന്നു, ബാക്കി 20% പൈസയായിട്ടും വേണ്ട, അഡീഷണൽ 2 മാസമായിട്ട് നീ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഒരു എഗ്രിമെന്റ് വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. അതായത് ഇവര് ഒറ്റ പൈസ പോലും കൊടുക്കണ്ട, അവിടെ ഫ്രീ ആയിട്ട് താമസിക്കാം, പക്ഷെ 2 മാസം കൂടി അധികം ജോലി ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിറ്റേന്ന് തന്നെ യാനിന്റെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ആണല്ലോ ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. ഭയങ്കരമായിട്ട് ആ ഒരു വീടൊക്കെ കണ്ട് അതിശയപ്പെടുന്നുണ്ടെങ്കിലും സ്വയം കൂളാക്കി ഇതൊന്നും അത്ര കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് വിചാരിക്കുന്നത് ഇവളെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ സെർവൻസ് എല്ലാം തന്നെ വരും എന്നാണ്. ആ ഒരു കാര്യം പറയുന്നത് എല്ലാം തന്നെ അകത്ത് നിന്ന് ഞാൻ കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഡോറ് തുറന്നിട്ട് ഇവിടെ ആരും നിന്നെ സ്വീകരിക്കാൻ വരാൻ പോകുന്നില്ല, വേണമെങ്കിൽ അകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് ഇവളെ വിളിക്കുന്നു. എന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഒരു വീടിന്റെ എല്ലാ സ്ഥലങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് ഷാബോയുടെ റൂം കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ നോക്കുന്ന സമയത്ത് അവിടെ ഷാബോ വായിക്കുന്ന ബുക്സ് എല്ലാം തന്നെ ഹൈ ലെവൽ ആയിട്ടുള്ള ഐറ്റം ആണ്. ഒരു കൊച്ചുകുട്ടി വായിക്കുന്ന തരത്തിലുള്ളതേ അല്ല. അതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവനെ വായിപ്പിക്കുന്നത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ്. സോ അത് കണ്ട് അവൻ എത്ര ബ്രില്യന്റ് ആണ് എന്നാണ് ചിന്തിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവളുടെ റൂം കാണിച്ചു കൊടുക്കുന്നു. ഇവനോടൊപ്പം അതേ റൂമിലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അതിനകത്ത് മറ്റൊരു ചെറിയ സ്പേസ് ഉള്ള ഒരു റൂം കൂടിയുണ്ട്. അവിടെ ബെഡും കാര്യങ്ങളും എല്ലാം തന്നെ ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയ ആണ് ഇവൾക്ക് താമസിക്കാനായിട്ട് കൊടുക്കുന്നത്. ഷാബോയും ഇവര് യഥാർത്ഥ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് വിചാരിക്കണമല്ലോ, അല്ലാതെ അവനിലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നൊരു ബേസിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവര് ചെയ്യുന്നത്. ഇവൾക്കും ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഷാബോ ആണെങ്കിൽ ഇവളെ കണ്ട് മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവന് ഒരു സംശയം വരാതിരിക്കാനായിട്ട് ഇവൾക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നിയിട്ട് യാനിനെ ഹണി ഒന്ന് ഇങ്ങോട്ട് വന്നേ, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ വളരെ ക്രിഞ്ചായിട്ട് വിളിച്ച് സംസാരിക്കുമ്പോൾ ഇവനെ ആദ്യം മനസ്സിലാവുന്നില്ല. അങ്ങനെ വീണ്ടും ഇവനെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഇവൻ അടുത്തേക്ക് ചെല്ലുമ്പോ ഷാബോയെ കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇവനെ പിറകിലൂടെ ഹഗ് ചെയ്യുന്നു. എന്നിട്ട് ഇവനോട് ഷാബോ എന്നെ മറ്റേ റൂമിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അവന് എന്തോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, സോ അവന്റെ ഡൗട്ട് മാറ്റുന്ന രീതിയിൽ നമുക്ക് അഭിനയിക്കേണ്ടി വരും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ ഞാൻ ഇത് അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വളരെ അത്യാവശ്യമാണ്, കുക്കിംഗ് സമയത്ത് ഇങ്ങനെയുള്ള റൊമാൻറ്റിക് ആവശ്യമാണ്, അത് അവന് ഡൗട്ട് അടിക്കാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പിടിച്ച് അഭിനയിക്കുമ്പോൾ ഞാനാണെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയിലാണ് നിൽക്കുന്നത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഷാബോ എഴുന്നേൽക്കുന്നത് ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അഭിനയിക്കാനായിട്ട്. അവൻ ഡോറ് തുറക്കുന്ന സമയത്ത് കറക്റ്റ് ഇവര് വീണ്ടും അവനെ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് ഇവളുടെ തലയിലൊക്കെ ഇവൻ കൈവച്ച് തലോടുന്ന രീതിയിൽ നിൽക്കുകയാണ്. അത് കണ്ട് ഷാബോയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട് ഒരു മൈൻഡും ഇല്ലാതെ അവളെ നിന്ന് പോകുന്നു. ഇവൻ ഒരു വികാരം ഇല്ലാതെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഷാബോ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടേക്ക് ചെന്ന് ഇവര് രണ്ടുപേരും അഭിനയിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. പക്ഷെ ഇവര് എന്തൊക്കെയോ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. സോ ഇവനോട് പയ്യെ താഴെ ഇറക്കാൻ പറഞ്ഞിട്ട് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് യാനിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അത് മനസ്സിലാക്കി ഇവനും എന്തായാലും കറക്റ്റ് ആയിട്ട് ഇവളെ എടുത്തു പൊക്കുമ്പോ ഇവർക്കിടയിൽ ചെറിയ ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കുന്നുണ്ട്. ഇവര് കാണിക്കുന്നതൊക്കെ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് ഷാബോയും ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട്. അതോടുകൂടി ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.